സാറേ, ഇപ്പോൾ പെരുന്നയിൽ ഒരു മുഖ്യമന്ത്രി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ രമേശ് ചെന്നിത്തല പെരുന്നയിൽ എത്തിയപ്പോൾ എല്ലാവരും സ്വീകരിക്കുന്നത് അങ്ങനെയാണ്. ഒരു മുഖ്യമന്ത്രി എത്തിയ രീതിയിലാണ് അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ച് അവിടെ ഇരുത്തുന്നത്. എന്തായാലും അവിടെ ഒരു ഹൈക്കമാൻഡിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. പെരുന്നായിൽ നിന്നുള്ള ഹൈക്കമാൻഡ് കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു. ഈ മനപ്പായസം കഴിക്കുന്നതിന് ആർക്കും വലിയ നഷ്ടമൊന്നുമില്ലല്ലോ, അതിന് വലിയ ടാക്സും അടയ്ക്കുകയും വേണ്ട. അപ്പോൾ പിന്നെ ആർക്കാ എന്താ ആയിക്കൂടാകാത്തത്? നായന്മാർക്കും ഒരു മുഖ്യമന്ത്രി, ഇനി ഈഴവർക്കാണേ അതായിക്കോട്ടെ, കുഞ്ഞാലിക്കുട്ടിക്ക് വേണമെങ്കിൽ അവർക്കും സ്വപ്നം കാണാം. അതിനൊന്നും യാതൊരു കുറവുമില്ല എന്നുള്ളതാണ്. ഇനി 2026 എത്തുമ്പോൾ ഇങ്ങനെ സുകുമാരൻ നായർ, ചെന്നിത്തല നായരെ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് 26 കൈ മലർത്തി കാണിച്ചു കഴിയുമ്പോഴായിരിക്കും ചെന്നിത്തല നായർക്ക് ദേഷ്യം കയറുന്നത്. പിന്നെ നമ്പ്യാർ പറഞ്ഞതുപോലെ അതുകൊണ്ട് അരിശം തീരാൻ അവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറയുന്ന അവസ്ഥയിലെത്തും. ഇത് സമയം എത്ര വരെ ഇരിക്കുമെന്നറിയാം. ഇത് 25 തുടങ്ങി, 26 ഏപ്രിൽ മെയിലേ ഉള്ളൂ തെരഞ്ഞെടുപ്പ്. ഇനി 2029 ഒറ്റ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ, അത് ബില്ല് പാസ്സാക്കി അത് നടപ്പിലാകുകയാണെന്നുണ്ടെങ്കിൽ 2026 നിയമസഭാ കാലാവധി അവസാനിക്കുന്നത് ഒരുപക്ഷെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. അവർക്ക് നീട്ടിക്കൊടുക്കുക എന്നൊരു തീരുമാനത്തിലെത്താം. അങ്ങനെ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ അത് ലോട്ടറി അടിച്ചു എന്ന് വേണം കരുതാൻ. കാര്യം പലപ്പോഴും പിണറായിക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. അപ്പോൾ 29 വരെയും അങ്ങനെ തുടരേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതല്ല, ഇനി 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്നു, UDF അധികാരത്തിൽ വന്നാൽ ഈ ചെന്നിത്തല നായരെയാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ 3 വർഷമേ ഭരിക്കാനായിട്ടുള്ള സാവകാശവും കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഇനി ഒരു ഒന്നര മാസം ഇല്ല, അത്രയും സമയം നിൽക്കുന്നതിനിടയ്ക്ക് എന്തെല്ലാം സംഭവവികാസങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയമാണ്, ഒറ്റ രാത്രി കൊണ്ട് മാറി മറിയുന്നിടമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. വോട്ടും അതുപോലെ മാറി മറിയുകയും ചെയ്യും. ആരുടെയോ കൈകളിലിരിക്കുന്ന വോട്ട് കണ്ടിട്ടാണ് ഇവിടെ ഈ പെരുന്നയിൽ പോപ്പ് തീർച്ചപ്പെടുത്തുന്നത് ഇന്നാരെ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്താം. ഇതൊക്കെ എങ്ങനെ തീർച്ചപ്പെടുത്താൻ കഴിയും? ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അത് ശരിയായിട്ടൊന്നും പ്രതിഫലിച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ പലയിടങ്ങളിലും. ചേലക്കരയിൽ വിജയമുണ്ടായി. ചേലക്കര നിങ്ങൾ പിടിച്ചെടുത്തിരുന്നു എങ്കിൽ എന്തായിരുന്നു സംഭവിക്കും? അത് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമായിരുന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന് വളരെ ഭൂരിപക്ഷം കൂടി, ആയിക്കൊള്ളട്ടെ, അത് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ വോട്ടാണ്. ഒരു ഉമ്മൻചാണ്ടി തരംഗമാണ് കണ്ടത്. അതുപോലെ തൃക്കാക്കരയിൽ PT തോമസിന്, അത് PT തോമസിനോടുള്ള ഒരു ആദരവും കൂടി അവിടെ കാണിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് പാലക്കാട് എന്തായാലും CPM-ന് 3-ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ്. അതിശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. BJPക്ക് അകത്ത് അല്പം പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ട് വോട്ട് കോൺഗ്രസിന് കൂടുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അവിടെ CPM-മായിട്ടുള്ള നേരിട്ടുള്ള മത്സരമല്ല, അതെ, നേരിട്ടുള്ള മത്സരം നടക്കുന്ന അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല താനും. അപ്പോൾ പിന്നെ എന്തടിസ്ഥാനത്തിൽ ഈ കണക്കുകൂട്ടൽ നടത്തുന്നത്? പിണറായി വിജയൻ വളരെ തന്ത്രപൂർവ്വം 26 നീങ്ങും, പല തന്ത്രങ്ങളും ആവിഷ്കരിക്കും എന്നുള്ളതാണ്. ഇനി ഈ BJP കൂടുതൽ വോട്ട് നേടുകയും ചെയ്യും എന്നുള്ളതാണ്. BJP 12 മുതൽ 15 വരെ സീറ്റുകൾ നേടിയെടുക്കും, അത് ഉറപ്പായ കാര്യമാണ് 26. അപ്പോൾ കേരളത്തിൻ്റെ ഭരണം ഏത് തരത്തിൽ പോകണമെന്നുള്ളത് BJPക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. തമാശയ്ക്കാണെങ്കിൽ പോലും കേട്ടവർക്ക് ഒരു കാലത്ത് ചിരിയായിരുന്നു. സുരേന്ദ്രൻ പറഞ്ഞല്ലോ 35 സീറ്റ് ഞങ്ങൾ പിടിക്കുക, അപ്പോൾ കേരളം ഞങ്ങൾ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് സുരേന്ദ്രന് നേരെ പരിഹാസം ചൊരിയാനാണ് പലരും അത് ഉപയോഗിച്ചത്. പക്ഷേ 26 സംഭവിക്കാൻ പോകുന്ന ഇതാണ്. 24 വോട്ടിംഗ് നില എടുത്ത് നോക്ക്, കണക്ക് കൂട്ടി നോക്കുമ്പോൾ 12 മുതൽ 15 സീറ്റ് വരെ കിട്ടും. പക്ഷേ BJP വളരെ ഉത്സാഹത്തിൽ നിൽക്കുകയാണ്. അവർ വളരെ ശക്തമായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പോഴേ അതിൻ്റെ നീക്കങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു സെമിയാണ്. അതിനകത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കും, നിരവധി പഞ്ചായത്തും പിടിക്കും,
പല കോർപ്പറേഷനും പിടിക്കും, പല മുനിസിപ്പാലിറ്റിയിലേക്കും BJP വരുമെന്നുള്ളതാണ്. ഇത് BJPയെ അനുകൂലിച്ചുകൊണ്ടങ്ങ് പറയുന്ന ഒരാളാണോ എന്നങ്ങ് ചോദിക്കരുത്. അങ്ങനെയല്ല. ഇവിടുത്തെ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് കണ്ടിട്ട് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അടിസ്ഥാനപ്പെടുത്തി പറയുന്ന കാര്യമാണ്. അപ്പോൾ അത് BJPക്ക് അനുകൂലമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഈഴവ വോട്ടുകളൊക്കെ തന്നെ BJPയിലേക്ക് പോയി എന്നുള്ളത് CPM സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. CPM സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പോൾ CPM സമ്മതിച്ചിട്ടുള്ള ആ കാര്യത്തിൽ ഈ പോയ ഈഴവ വോട്ടുകളൊന്നും അവർക്ക് തിരിച്ചു പിടിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ലീഗ് ആഞ്ഞ് പ്രയത്നിക്കും. കാരണം ഭരണം പിടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ലീഗിന് 26ലും ഭരണമില്ലെന്നുണ്ടെങ്കിൽ ലീഗ് മുഴുവൻ ഭ്രാന്തളകിപ്പോകും. അവിടെ വല്ലാത്തൊരവസ്ഥയിൽ എത്തുമെന്നുള്ളതാണ്. എങ്ങോട്ട് ചാടിപ്പോകാൻ പറ്റും? ഇപ്പോൾ UDF കേരളം ഭരിക്കും എന്നുള്ള ഒരു അമിത പ്രതീക്ഷ കോൺഗ്രസ് ക്യാമ്പുകളിലും ലീഗിൻ്റെ ക്യാമ്പുകളിലും ഒക്കെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഘടകകക്ഷികൾക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ലീഗ് അത്തരത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് LDFിലേക്ക് പോകില്ല എന്നുള്ളതാണ്. ഒരു നീക്കം നടത്തിയതാണ് LDFിലേക്ക് പോകാനുള്ള. പക്ഷേ 21 രണ്ടാമതും അധികാരത്തിൽ വന്നു കഴിഞ്ഞ് ചിത്രമൊക്കെ മാറുകയും പിണറായിക്കും കുടുംബത്തിനും പാർട്ടിക്കും ദോഷകരമായ നിരവധി കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുകയും ചെയ്തു. അപ്പോഴാണ് ലീഗ് ഒരു ചുവടുമാറ്റം നടത്തിയത്. ലീഗിനകത്ത് വളരെ തന്ത്രപ്രധാനമായ രീതിയിൽ ചർച്ചകൾ നടന്നതാണ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആയിട്ട് പിണറായി വിജയൻ. പക്ഷേ പോയിരുന്നുവെങ്കിൽ ലീഗ് പിളരുമെന്നുള്ള ഉറപ്പാണ്. കാരണം MK മുനീറും KM ഷാജിയെ പോലുള്ളവരൊക്കെ അതിനെ എതിർക്കുന്നതാണ്. അപ്പോൾ ലീഗിന് പിളർപ്പും സംഭവിക്കും. ഇല്ല, കേരള കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പിളർന്നു വരും. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ കോൺഗ്രസിനകത്താണ് മുഴുവൻ ബഹളവും നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടെന്നുള്ളത്. ഇടയ്ക്ക് ശശി തരൂരിനെ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു മല്ലികാർജുൻ ഖാർഗെക്കെതിരായിട്ട്. അന്ന് മത്സരിച്ചപ്പോൾ ഈ തരൂരിനെ തോൽപ്പിക്കുന്നതിൽ മുമ്പിൽ നിന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. തരൂരിനെ 2009 തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ എതിർത്തു എന്നുള്ളതാണ്. പക്ഷേ 2009 മുതൽ തരൂർ ഇവിടുന്ന് അങ്ങ് ജയിച്ച് പോയിരിക്കുകയാണ് 4ാമത്തെ തവണ വരെ. പക്ഷേ ദേശീയ തലത്തിലേക്ക് അദ്ദേഹം മത്സരിച്ചു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് അധ്യക്ഷനാക്കേണ്ട ഒരാളായിരുന്നു ഈ ശശി തരൂര്. ശശി തരൂരിനാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പാർട്ടിയെ നയിച്ചു കൊണ്ടുപോകും. അല്ല, ഇപ്പം മല്ലികാർജുൻ ഖാർഗെ എന്താ ചെയ്യുന്നത്? സോണിയാഗാന്ധി പറയണം, അതനുസരിച്ച് മാത്രം ചെയ്യുന്ന ആളാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ VD സതീശനെ ഒതുക്കാനാണല്ലോ രമേശ് ചെന്നിത്തലയെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ സുകുമാരൻ നായർ, അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിക്കെല്ലാം VD സതീശനെ ഒതുക്കാൻ കഴിയും. അതെ, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പായിട്ട് ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനാണ്. അപ്പോൾ ആ പറയുന്നതനുസരിച്ച് ചെയ്യത്തുള്ളൂ. പക്ഷേ അന്ന് തരൂരിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവിടെ അവർക്ക് കൂടുതൽ സീറ്റെങ്കിലും നേടാമായിരുന്നു ഈ 24-ല്. പിന്നെ 29 വരുമ്പോഴത്തേക്ക് അവർക്ക് ഭരണം നേടാമായിരുന്നു. അത്തരത്തിൽ അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുപോകുമായിരുന്നു. ആ തരൂരിനെയാണ് കേരളത്തിലേക്ക് ഇറക്കാമെന്നുള്ള രീതിയിൽ സുകുമാരൻ നായർ ഒരു നീക്കം നടത്തിയത്. അദ്ദേഹത്തെ വിശ്വപൗരനായിട്ട് അംഗീകരിച്ചു, ഡൽഹി നായരായിട്ട് അംഗീകരിച്ചു. ലോക നായരും ആയിരിക്കാം. പെരുന്നേലെ സുകുമാരൻ നായരുടെ വിചാരം ലോകത്തെ ഏറ്റവും വലിയ വിഭാഗം നായന്മാരാണ്. നായരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആകും എന്നൊക്കെയാണ്. നായർ എന്നുള്ളതിൽ ചില്ലക്ഷരം എടുത്ത് കളയാതിരുന്നാൽ കൊള്ളാം. അപ്പോൾ അങ്ങനെ ഈ VD സതീശനോടുമൊക്കെ എതിർപ്പുണ്ട്. ഈ ആർക്ക് വെള്ളാപ്പള്ളിക്കും ഉണ്ട്, അതുപോലെ തന്നെ സുകുമാരൻ നായർക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഉയർത്തിയത്. ഇടയ്ക്ക് രമേശ് ചെന്നിത്തലയെ താഴത്തിട്ടതാണ്. ഈ സുകുമാരൻ നായരുടെ പണി എന്താണ്? ഓരോരുത്തരെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരിക, താഴോട്ടിടുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അവർക്ക് അവസരത്തിനനുസരിച്ച് ഇവരൊരു മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ചെന്നിത്തലയെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഈ പെരുന്നയിലെ സമ്മേളനം നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മന്നം ജയന്തിയല്ല, ചെന്നിത്തലയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് അവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു. എന്ത് പോസ്റ്റ് കാർഡ് ഈ കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല.
ഒരു മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞ നട്ടലിലുള്ള നല്ല നായരായിരുന്നു കേട്ടോ. മന്നത്ത് പത്മനാഭൻ്റെ അടുക്കൽ മന്നത്ത് പത്മനാഭൻ പറഞ്ഞല്ലോ ഒരിക്കലും ഈ പിന്നെ ഈ രാഷ്ട്രീയക്കാരാണല്ലോ ഈ തിണ്ണനിരങ്ങി നടക്കുന്നത്. ഇലക്ഷൻ നിൽക്കുന്നുണ്ട്, ആദ്യം പെരുന്നയിലോട്ട് പോവുക, പാണക്കാട് പോവുക. തോപ്പിൽ ഭാസി ഒരിക്കൽ ഇലക്ഷന് നിന്നു. നമ്മുടെ നാടകൃത്തും സംവിധായകനും ഒക്കെയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കലാരംഗത്തുകൂടി വളർത്തിക്കൊണ്ടുവന്നത് തോപ്പിൽ ഭാസിയും മറ്റൊന്ന് സാംബശിവനുമാണ്. അപ്പോൾ തോപ്പിൽ ഭാസിയുടെ അടുക്കലെ പാർട്ടിയുടെ ആരോ പറഞ്ഞു, അന്ന് മന്നത്ത് പത്മനാഭനാണ് NSSൻ്റെ സെക്രട്ടറി, മന്നത്ത് പത്മനാഭനെ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ തോപ്പിൽ ഭാസി എടുത്ത വായിലെ പറഞ്ഞു, അത് സൗകര്യപ്പെടുമെന്നുണ്ടെങ്കിൽ മന്നത്ത് പത്മനാഭൻ എന്നെ വന്നൊന്ന് കാണാൻ പറഞ്ഞു. ഇത് മന്നത്ത് പത്മനാഭൻ്റെ അടുക്കൽ ആരോ പോയി പറഞ്ഞു. അപ്പോൾ മന്നത്ത് പത്മനാഭൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? തോപ്പിൽ ഭാസി അവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞ നായരാണെന്നാണ് പറഞ്ഞത്. അതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇവരെല്ലാം ഈ തിണ്ണ നിരങ്ങി നടക്കുന്നതാണ്. സുകുമാരൻ നായരിൻ്റെ പിന്നെ കാലും പിടിച്ചും കാല് നക്കി കിടക്കുന്ന കുറേ പേരുണ്ട്. അവരിങ്ങനെ വേഷം കെട്ടി മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവിടെ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇന്നത്തെ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും അങ്ങോട്ടുള്ള ബാക്കി കാര്യങ്ങളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.